മോളിവുഡിലെ സമീപകാലത്തെ മൂന്നാമത്തെ റിലീസ് ചിത്രമാണല്ലോ ലാലേട്ടന്റെ മണിച്ചിത്രത്താഴ്. ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് 17-ാം തീയതി ചിങ്ങം 1-ന് റിലീസ് ചെയ്ത സിനിമ ഇപ്പോഴത്തെ തിയേറ്ററുകളിൽ 5-ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇന്നലെ അവധി ദിവസത്തിൽ ഏകദേശം 40 ലക്ഷത്തിനടുത്ത് കേരള ഗ്രോസ് കളക്ഷൻ നേടിയെടുത്ത മണിച്ചിത്രത്താഴ് എന്ന സിനിമ 5-ാം ദിവസം വർക്കിംഗ് ദിവസത്തിലേക്ക് എത്തപ്പെടുമ്പോഴും ഏകദേശം 10 ലക്ഷത്തിനടുത്ത് കേരള ട്രാക്കിംഗിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. ഇന്നലെ ഇതേ സമയം 22 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ ഇന്ന് 9 ലക്ഷത്തിൽ പരമാണ് ചിത്രത്തിന്റെ കേരള ട്രാക്കിംഗ് ഗ്രോസ്. ഇന്ന് 20 ലക്ഷത്തിനടുത്ത് കേരള ഗ്രോസ് പ്രതീക്ഷിക്കുന്ന സിനിമ ഇന്നത്തോടെ 1,90,00,000 കേരളത്തിൽ മാത്രം നേടിയെടുക്കുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. കഴിഞ്ഞ ആഴ്ച ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ മാത്രമായിരുന്നു സിനിമ റിലീസിനായിട്ട് എത്തിയത്. നാളെ ഓഗസ്റ്റ് 22-ാം തീയതി UAE GCC ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ റിലീസ് ചെയ്യുകയാണ്. ചിത്രത്തിന്റെ അവിടുത്തെ തിയേറ്റർ ലിസ്റ്റ് എല്ലാം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും മികച്ചൊരു സ്ക്രീൻ കൗണ്ട് അവിടെ റിലീസ് സിനിമയ്ക്ക് ലഭ്യമാകുന്നു എന്നാണ് നാം മനസ്സിലാക്കുന്നത്. നേരത്തെ ദേവദൂതനാണെങ്കിലും സ്ഫടികമാണെങ്കിലും മികച്ച കളക്ഷൻ ആയിരുന്നു ഗൾഫ് നാടുകളിൽ നേടിയെടുത്തത്. എന്തായാലും നിലവിൽ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ 2 കോടിയിലേറെ ഗ്രോസ് കളക്ഷൻ നേടിയെടുത്ത സിനിമയ്ക്ക് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ എത്ര വരെ നേടിയെടുക്കാനായിട്ട് കഴിയുമെന്നാണ് ഈ വീക്കെൻഡോടെ നാം ഉറ്റുനോക്കുന്നത്. ലാലേട്ടൻ, ശോഭന, സുരേഷ് ഗോപി കോംബോയിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ മണിച്ചിത്രത്താഴിന്റെ ഫൈനൽ വരെയുള്ള ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾക്കായിട്ട് കാത്തിരിക്കൂ.